2000 വർഷങ്ങൾക്ക് മുൻപ് മനുഷ്യരാശിയുടെ ചരിത്രം മാറ്റിയ ഒരു സംഭവം. ഇതെന്റെ ശരീരവും രക്തവും. ഗൽസേമനിയിൽ പിതാവേ, നിന്റെ ഇഷ്ടം നടക്കട്ടെ. യേശുദേവനെ വിചാരണ ചെയ്തു. കുറ്റമില്ലെങ്കിലും ശിക്ഷ വിധിച്ചു. പീലാത്തോസ് ജനങ്ങളുടെ സമ്മർദ്ദത്തിൽ ശിക്ഷ അനുവദിച്ചു. അവൻ ക്രൂശ് ചുമന്ന് ഗൊൽഗോത്തയിലേക്ക് നടന്നു. അവനെ ക്രൂശിൽ തറച്ചു. 2 കള്ളന്മാരുടെ ഇടയിൽ. ഇതാ, ഇവരെ ക്ഷമിക്കണമേ. They do not know what they are doing. അവൻ ജീവൻ വിട്ടു. ഭൂമി നടുങ്ങി, ആകാശം ഇരുണ്ടു. അവനെ ഒരു പുതിയ കല്ലറയിൽ വെച്ചു. മൂന്നാം ദിവസം പുലർച്ചെ കല്ലറ തുറന്നു. ശരീരം അവിടെ ഇല്ല. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ തന്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടു. ജീവിച്ചിരിക്കുന്നു. ഈ കഥ നമ്മെ പഠിപ്പിക്കുന്നത് സ്നേഹം ത്യാഗമാണ്, വിശ്വാസം ജീവൻ നൽകും, ക്രൂശിതവും ഉയർത്തെഴുന്നേൽപ്പും. രക്ഷയുടെ കഥ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.